ഇന്ന് ഞാൻ പറയുന്നത് ഹസ്ബൻഡ്സിന് വേണ്ടിയിട്ടാണ്. ഒരു സ്ത്രീയെ ഡിസപ്പോയിന്റ് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് അവരെ ലിസൺ ചെയ്യാതിരിക്കലാണ്. ഒരു ഭാര്യ അവരുടെ പരിഭവങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് ഒരു ഹസ്ബൻഡ് അടുത്ത് ഷെയർ ചെയ്യുമ്പം അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കേട്ട ഭാവം കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ നീ ഓവർ റിയാക്ട് ചെയ്യാണ്, ഇതൊന്നും വലിയ കാര്യമല്ല, ഇതൊക്കെ ചെറിയ പ്രശ്നമല്ലേ എന്നും പറഞ്ഞിട്ട് അവരോട് തിരിച്ചങ്ങോട്ട് അവരെ ഡിഫെൻസീവായി തിരിച്ച് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് ഉണ്ടാവുക. എന്നെ കേൾക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ആരുമില്ലല്ലോ എന്നൊക്കെയുള്ള വളരെ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ആണ് ഉണ്ടാവുക. അവർക്ക് ഒരു ഭാര്യമാരെ ആകെ ആഗ്രഹിക്കുന്നത് അവർ ഓപ്പണായിട്ട് വന്ന് പ്രശ്നങ്ങൾ പറയുമ്പം ഓക്കെ, ഒന്നും മിണ്ടിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കേൾക്കുക, പോട്ടെ സാരമില്ല എന്നൊരു വാക്ക് പറയാം, അത് മാത്രമാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു കേൾക്കാനായിട്ട് ഒരാളുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കൈപിടിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഉണ്ടാകും കൂടെ. എന്ത് നിങ്ങളൊന്നും ചെയ്യണം എന്ന് തന്നെയില്ല, ഒരു കാര്യങ്ങളും നിങ്ങളുടെ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകത്തില്ല. ജസ്റ്റ് ഒരു നോട്ടമായാലും സപ്പോർട്ട് ചെയ്ത് ഒരു നോട്ടമായാലും മതി. എല്ലാത്തിനും നിങ്ങൾ ഹസ്ബൻഡ്സ് കൂടെ ഉണ്ടാവും എന്നൊരു ഉറപ്പ് മാത്രം മതി. നിങ്ങളുടെ നിന്ന് വേറെ ഒന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകത്തില്ല. പക്ഷെ അവരെന്തെങ്കിലും വന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കുറേ കഴിയുമ്പം വൈഫ് ഒന്നും മിണ്ടാതെയാവും, പറഞ്ഞിട്ടൊരു കാര്യമില്ലാതെ മനസ്സിലാവും. അപ്പോൾ ആ വൈഫ് എന്ന് പറയുന്ന ഒരു സൈലന്റ് മോഡിലോട്ട് പോകും. സൈലന്റ് മോഡിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി. ഹസ്ബൻഡ്സ് വിചാരിക്കും ഇപ്പം പ്രശ്നമൊന്നുമില്ല, വൈഫ് ഓക്കെ ആണ്, ഇനിയും പ്രശ്നമൊന്നുമില്ല എന്നായിരിക്കും. പക്ഷെ ആ സൈലന്റ് മോഡിലോട്ട് പോകുന്നത് എല്ലാം ഓക്കെ ആയതുകൊണ്ടല്ല, ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ്. അപ്പം ആ ഒരു സൈലന്റ് മോഡിലോട്ട് വൈഫിനെ ഒരിക്കലും വിട്ടാൽ നിങ്ങളുടെ ഉള്ളിലുള്ള രണ്ടുപേരുടെയും തമ്മിലുള്ള ഒരു ബോണ്ട് അവിടെ നഷ്ടമായി എന്നാണ് വിചാരിക്കേണ്ടത്. ആ ഒരു സ്നേഹം ബോണ്ട് ഒക്കെ അവിടെ നഷ്ടമാകും ആ ഒരു സൈലന്റ് മോഡിലോട്ട് വൈഫ് എപ്പോൾ പോകുന്നു. അപ്പം ഒരിക്കലും വൈഫിനെ ആ ഒരു സൈലന്റ് മോഡിലോട്ട് വിടാതിരിക്കുക. അവർ വന്ന് പറയുമ്പോൾ ജസ്റ്റ് കേൾക്കാനായിട്ട് തയ്യാറാവുക.